Hello everyone. അപ്പോൾ നമ്മുടെ എക്സാമിനർ സ്റ്റുഡൻസ് എല്ലാം റെഡി ആണോ? SSLCന്റെ ഐടിന്റെ നെക്സ്റ്റ് IT തിയറി ക്വസ്റ്റ്യൻസിന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അടിപൊളി റിസപ്ഷൻ ആയിരുന്നു. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കുറേ കമന്റ്സ് കണ്ടു. ആൻഡ് കഴിഞ്ഞൊരു ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു RJ45 എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് UTPയിൽ അല്ലേ, ആ UTPന്റെ ഫുൾ ഫോമും പറഞ്ഞ് എത്ര പേര് വന്നു എന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞു പോയ SSLC IT ICT പ്രാക്ടിക്കൽ തിയറി എന്ത് വീഡിയോസ് വേണേലും താഴെ ഒരു പ്ലേലിസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ലിങ്ക് ഉണ്ട്. അതിൽ നിൽക്കാൻ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. പൈത്തൺ ഗ്രാഫിക്സ്, സൺക്ലോക്ക് മെയിൽ മെർജ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ അത് ചെക്കൗട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടണും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടില്ല, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ചെയ്ത് എനിക്ക് വലിയ സന്തോഷമാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മക്കളെ, ഈ തിയറി ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടാൽ ഒരിക്കലും മറക്കൂല. ഇതിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. ഞാൻ മാക്സിമം എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളത് കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിക്കോളും. എല്ലാ ദിവസം ഒരു വീഡിയോ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ കാണാം, അത് തന്നെ ധാരാളം. ഓക്കെ. Rita wants to find out the duration of a night time in a locality in various months. ഓരോ മാസത്തിൽ നമുക്കറിയാം സീസൺസ് ആൻഡ് ടൈം അല്ലെ, കാലങ്ങളും സമയങ്ങളും കാലാവസ്ഥ പഠിച്ചത് നമുക്കറിയാം. എന്താണ് രാത്രി സമയം കുറേ. ഡിസംബർ ഒക്കെ ആകുമ്പോൾ എന്താണ് വലിയ രാത്രി, മാർച്ച് ഒക്കെ ആകുമ്പോൾ ചെറിയ രാത്രി. അത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ജോഗ്രഫി ടീച്ചറിനോട് പോയാണോ ചോദിക്കാറ്? ഇതാ അല്ല, അത് ചോദിക്കായിരുന്നു. പക്ഷെ എന്താണ്, നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇങ്ക്സ്കേപ്പിൽ നമുക്ക് വരയ്ക്കാനും ഇതൊക്കെ പറ്റുള്ളൂ. അതല്ല, ക്യൂജിസും അല്ല. പിന്നെന്താണ് സൺക്ലോക്ക്. സൺക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്ലോബും ടൈമും ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് സൺക്ലോക്ക് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ സൺക്ലോക്ക് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത പേജിൽ എടുത്തിട്ടുണ്ട്. ജോജിബ്ര എന്താ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസും ഷേപ്പും വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കറിയാം സൺക്ലോക്ക് ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, identify the additional software required. Additional software അഥവാ additional library എന്നും പറയും. Okay, coding library required to create the geometrical figures in പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പൈത്തണിൽ ഷേപ്പുകളും അത് ഉണ്ടാക്കാനുള്ള അഡീഷണൽ നമ്മൾ ആദ്യം വിളിക്കും. ആരെയാണ് വിളിക്കുന്നത്? സിംഹക്കുട്ടീനെയാണോ ആമക്കുട്ടീനാണോ? യെസ്. എന്താണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്? ടേർട്ടിലിനെയാണ്. ഇമ്പോർട്ട് ഒരു കമാൻഡാണ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പൈത്തൺ ഷെല്ല് നിങ്ങൾക്ക് ഷെല്ലാണ്. ഐഡിയലി എന്ന് പറയുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ടെർട്ടിൽ എന്നുള്ള സംഭവമാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ടെർട്ടിൽ വന്നാലേ നമുക്ക് ഷേപ്പുകൾ വരയ്ക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ചോദ്യം, ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഏതോ ഒരു പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അബൌട്ട് ദ സർവീസസ് വെബ്സൈറ്റ്സ് ഇൻ ഇന്റർനെറ്റ്. ഓക്കെ, തന്നിരിക്കുന്നത് www.hscap.kerala.gov.in is an online website for higher secondary admission. നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. SLC കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റ് ആണ് നിങ്ങളുടെ മെയിൻ. അതിനുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ തരുന്നതായിരിക്കും. അപ്പം അത് ശരിയാണ്, നിങ്ങളുടെ അഡ്മിഷന് വേണ്ടിയുള്ള വെബ്സൈറ്റ് ആണ്. google.com ഇസ് എ സോഷ്യൽ മീഡിയ. അതൊരു സോഷ്യൽ മീഡിയ അല്ല. ഓക്കെ, google.com ഒരു സെർച്ച് എഞ്ചിനാണ്. ഓക്കെ, സെർച്ച് ചെയ്യുന്നത്. olam.com എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മലയാളം എന്താണ് ഡിക്ഷണറി പോലത്തെ ഒരു വെബ്സൈറ്റ്, ഇന്റർനെറ്റ് അല്ല, സെർച്ച് എഞ്ചിൻ അല്ല. വിക്കിക്ഷണറി എന്ന് പറയുന്നത് എന്താണ്? അതൊരു സോഷ്യൽ മീഡിയ അല്ല, ഒരു വിക്കിപീഡിയ പോലെ, മലയാളം അല്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ശരിയായിട്ടുള്ളത്? ശരിയായിട്ടത് HSCAP എന്താണ് ഒരു സെക്കൻഡറി അഡ്മിഷന് വേണ്ടിയുള്ള വെബ്സൈറ്റ് ആണെന്നാണ് ശരിയുള്ളത്. ഓക്കെ, which website helps us to share our വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റ് നിങ്ങൾ ചിലപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ എക്സാമ്പിളിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും. വിക്കിക്ഷണറി എന്ന് പറയുമ്പോൾ എന്താണ്? വിക്കി ഡിക്ഷണറി. അപ്പം എന്താ വിക്കിപീഡിയ പോലത്തെ ഒരു വെബ്സൈറ്റാണ്. വേർഡ് പ്രസ് എന്ന് പറയുമ്പോൾ നമുക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, വേർഡ് പ്രസ് പ്ലാറ്റ്ഫോംസ്. ഗൂഗിൾ കറക്റ്റ് അല്ലല്ലോ, ഗൂഗിൾ കറക്റ്റും അല്ല. നമുക്ക് എന്താണ് വിമിയോ എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. യൂട്യൂബ് ഒക്കെ പോലെ തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് പൈസ കൊടുത്തിട്ട് അവരോട് പറയാം, ഈ വീഡിയോയിൽ ലോകത്തെല്ലാവരെയും കാണിക്കരുത്, ഈ പ്രത്യേക ആൾക്കാർക്ക്, ഞാൻ പറയുന്ന ആൾക്കാരെ മാത്രം കാണിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് വീഡിയോ വിൽക്കാം, സിനിമയൊക്കെ അവിടെ വിൽക്കാം, അതുപോലെ സംഭവം ചെയ്യാൻ പറ്റുന്ന വിമിയോ ആണ്. ഓക്കെ, വിമിയോ. ഇനി there is a list of functions that can be done through the internet. ഇന്റർനെറ്റിലൂടെ പല കാര്യങ്ങളെ ചെയ്യാം. സെലക്ട് ദ മോസ്റ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് among them. ഇതിൽ ഏറ്റവും ശരിയായ കുറേ സ്റ്റേറ്റ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇന്റർനെറ്റ് ഇമെയിൽ അയക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇന്റർനെറ്റ് ഇസ് യൂസ് ടു ഷെയർ ഡിജിറ്റൽ ഇൻഫർമേഷൻ അല്ലേ, എന്തെങ്കിലും വെബ്സൈറ്റോ കാര്യങ്ങളോ എന്ത് വേണം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അതും ശരിയാണ്. ഇന്റർനെറ്റ് ഇസ് യൂസ് ടു മേക്ക് വീഡിയോ ചാറ്റ് വിത്ത് അതർ പീപ്പിൾ. നിങ്ങൾ വീഡിയോ കോൾ ചെയ്യാറില്ല, വാട്സാപ്പിൽ കൂടിയോ ഗൂഗിൾ മീറ്റിലൂടെയോ സൂമിൽ കൂടിയോ, ഇതൊക്കെ ശരിയാണ് അല്ലേ. ഇപ്പൊ എന്താ ചെയ്യാം? നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഓൾ ഓഫ് ദ അബവ് ക്യാൻ ബി ഡൺ വിത്ത് ഇന്റർനെറ്റ്. യെസ്, എല്ലാം ചെയ്യാൻ പറ്റും. Good answer. Next question. How many tables can be included in a database? ഒരു ഡേറ്റാബേസ് നമുക്കറിയാം ക്വയറിയിൽ എത്ര എണ്ണം പറ്റും? 5 എണ്ണം അല്ലേ? 10 എണ്ണം അല്ല, എത്ര എണ്ണം വേണം? മിനി
അപ്പോൾ 1ഉം 2ഉം 3 ഒന്നല്ല, കുറേ പറ്റും. അതാണ് നമ്മുടെ എക്സൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലിബ്രെ ഓഫീസിലെ ഷീറ്റിന്റെ എടുത്താൽ എത്ര വേണം പറ്റും. ഓക്കെ, ഒരു ലിമിറ്റ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് കുറേ പറ്റും. നിങ്ങളുടെ ആവശ്യത്തിന് ധാരാളമാണ്. ഓക്കെ, അപ്പോൾ മെനിയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതൊക്കെ യൂസ്ഫുൾ ആട്ടോ. ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ പ്ലേലിസ്റ്റിൽ നിങ്ങൾ എല്ലാം വീഡിയോ കണ്ടെന്ന് ഉറപ്പിക്കുക. എല്ലാ ദിവസവും ഇങ്ങനെ IT കുറച്ച് നേരം പഠിച്ചാൽ 10 മിനിറ്റ് പഠിച്ചാൽ പ്രാക്ടിക്കൽ തിയറി ഫുൾ സെറ്റ് ആവും. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അവൈലബിൾ ഇൻ ലിബ്രെ ഓഫീസ് ബേസ്? ഏതാണ് അവൈലബിൾ അല്ലാത്തത്? ടേബിൾ ഉണ്ടാവും അല്ലേ, ടേബിൾ ഉണ്ട്. ക്വയറീസ് ഉണ്ടാവായിരിക്കും, നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, പിന്നെ ഫോംസും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ട്വീനിങ്, ഈ ട്വീനിങ് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് എന്താണെന്ന് പറയാം. ഇതിന്റെ ആൻസർ ട്വീനിങ് ആണ്. ട്വീനിങ് ആണ് ലിബ്രെ ഓഫീസിൽ ഇല്ലാത്തത്. ട്വീനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് ഏത് സോഫ്റ്റ്വെയർ, നിങ്ങൾ പഠിക്കുന്ന ഏത് സോഫ്റ്റ്വെയറിലാണ് ഉപയോഗിക്കുന്നതെന്നും എല്ലാവരും കമന്റ് ചെയ്യണം. ഓക്കെ, എനിക്കറിയണം ആർക്കൊക്കെ അറിയാമെന്ന്. അറിയാത്തവർ നിങ്ങളുടെ ഫ്രണ്ട്സ് കമന്റ് ചെയ്ത് നോക്കി എഴുതുക. ട്വീനിങ് എന്താണ്, അത് ഏത് സോഫ്റ്റ്വെയറിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി കറക്റ്റ് ആയിട്ട് കമന്റ് ഉണ്ടെങ്കിൽ അവരെ പോയി ലൈക്ക് ചെയ്യുക. കറക്റ്റ് ആണെന്നും കൂടി പറഞ്ഞോ. ആൻഡ് നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻ ഇസ് യൂസ് ഫോർ ക്രിയേറ്റിംഗ് ആനിമേഷൻ? ആനിമേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ലിബ്രെ ഓഫീസ് റൈറ്റർ ആണോ, കാൽക്ക് ആണോ, സിൻഫിക്സ് സ്റ്റുഡിയോ ആണോ, ക്വാണ്ടം GIS ആണോ ഉപയോഗിക്കുക, QGIS ആണോ ഉപയോഗിക്കുക? ഏതാണ്? നിങ്ങൾ ഉറപ്പായിട്ടും പറയാം സിൻഫിക്സ് സ്റ്റുഡിയോ ആണ്. ഇനി നിങ്ങൾക്ക് സിൻഫിക്സ് സ്റ്റുഡിയോയിൽ എന്ത് ആക്ടിവിറ്റിയാണ് വേണ്ടത്? നിങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞു ആനിമേഷൻസ് പഠിപ്പിച്ചു തരാം, ഞാൻ പഠിപ്പിച്ചു തരാം, പക്ഷേ ഏത് ആക്ടിവിറ്റിയാണ് വേണ്ടത് എല്ലാവരും കമന്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അവരെ അറിയിക്കുക, ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഈ ലിങ്ക് ഷെയർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. എന്നിട്ട് കമന്റും ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഫൈനൽ എക്സാമിന്, മോഡൽ എക്സാമിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. ആൻഡ് നാളെ നിങ്ങൾക്ക് അടുത്ത വീഡിയോ തരുന്നതായിരിക്കും.